ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം വടക്കൻ കേരളത്തിന്റെ ആത്മീയതയെയും സാംസ്കാരിക പൈതൃകത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രകാശ ഗോപുരമാണ് കർണാടക സംസ്ഥാനത്തെ ധർമ്മസ്ഥലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം. ദക്ഷിണ കന്നഡയിലെ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിയുടെ തീരത്താണ് ഈ പുരാതന തീർത്ഥാടന കേന്ദ്രം നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി മതപരമായ സഹവർത്തിത്വത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. 800 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പുണ്യഭൂമി ഹിന്ദുമതത്തിന്റെയും ജൈനമതത്തിന്റെയും വിശ്വാസങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു. ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജൈനമത വിശ്വാസികളായ പെർഗഡെ കുടുംബത്തിനാണെങ്കിലും പൂജകൾ നടത്തുന്നത് മാധ്വ ബ്രാഹ്മണരായ വൈഷ്ണവ പുരോഹിതരാണ്. ഈ അപൂർവ സംയോജനം ഈ ക്ഷേത്രത്തെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഭക്തർക്കും സഞ്ചാരികൾക്കും ധർമ്മം, നീതി, സമാധാനം എന്നിവയുടെ പാഠങ്ങൾ നൽകുന്ന ഒരു സങ്കേതമായി ധർമ്മസ്ഥല അറിയപ്പെടുന്നു. 800 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥല കുടുമ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബെൽത്തങ്ങാടിയിലെ ഈ ഗ്രാമത്തിൽ ബിർമണ്ണ പെർഗഡയും ഭാര്യ അമ്മു ബല്ലലതയും അടങ്ങുന്ന ഒരു ജൈന കുടുംബം നെല്ലിയാടി ബീഡു എന്ന തറവാട്ടിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം രാത്രി ധർമ്മത്തിന്റെ കാവൽ ദൈവങ്ങളായ 4 ദേവതകൾ മനുഷ്യരൂപമെടുത്ത് പെർഗഡയുടെ വീട്ടിലെത്തി ദമ്പതികളുടെ ആതിഥ്യമര്യാദയിലും ആത്മാർത്ഥതയിലും സന്തുഷ്ടരായ ദേവതകൾ ധർമ്മം പ്രചരിപ്പിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തേടിയാണ് തങ്ങൾ വന്നതെന്ന് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി. തങ്ങളുടെ ആരാധനയ്ക്കായി തറവാട് ഒഴിഞ്ഞു തരണമെന്നും ധർമ്മം സംരക്ഷിക്കാൻ ജീവിതം സമർപ്പിക്കണമെന്നും അവർ പെർഗഡയോട് ആവശ്യപ്പെട്ടു. ദേവതകളുടെ നിർദ്ദേശപ്രകാരം പെർഗഡെ മറ്റൊരു വീട് പണിയുകയും നെല്ലിയാടി ബീഡു ദേവതാരാധനയ്ക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ 4 ധർമ്മദൈവങ്ങളെ കന്യാകുമാരി, കലാരഹു, കലാർക്കൈ, കുമാരസ്വാമി എന്നിവർക്ക് പ്രത്യേക ആരാധനാലയങ്ങൾ പണിയാനും തങ്ങളുടെ പ്രതിനിധികളായി 2 ഉന്നത കുലജാതരെ തിരഞ്ഞെടുക്കാനും ദേവതകൾ പെർഗഡയോട് ആവശ്യപ്പെട്ടു. ഇതിനു പകരമായി പെർഗഡയുടെ കുടുംബത്തിന് സംരക്ഷണം, സ്വത്ത്, പ്രശസ്തി എന്നിവ നൽകുമെന്ന് ദേവതകൾ വാഗ്ദാനം ചെയ്തു. ദേവതകളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പെർഗഡെ 4 ആരാധനാലയങ്ങൾ പണികഴിപ്പിക്കുകയും ബ്രാഹ്മണ പുരോഹിതരെ പൂജകൾക്കായി ക്ഷണിക്കുകയും ചെയ്തു. ഈ ബ്രാഹ്മണ പുരോഹിതരാണ് ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ മംഗലാപുരത്തിനടുത്തുള്ള കട്രിയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരാൻ ദേവതകൾ തങ്ങളുടെ ദാസനായ അണ്ണപ്പസ്വാമിയെ അയച്ചു. അങ്ങനെയാണ് മഞ്ജുനാഥ ക്ഷേത്രം ഉയർന്നു വന്നത്. ധർമ്മസ്ഥല ക്ഷേത്രം അതിന്റെ അതുല്യമായ ഭരണരീതിയിലൂടെയും ആചാരങ്ങളിലൂടെയും ശ്രദ്ധേയമാണ്. ഹെഗ്ഗഡെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷാംഗമാണ് ക്ഷേത്രത്തിന്റെ പരമ്പരാഗത ട്രസ്റ്റിയും ധർമാധികാരിയും. ഏകദേശം 20 തലമുറകളായി ഈ പദവി വഹിച്ചുവരുന്ന ഈ കുടുംബം മുൻകാലങ്ങളിൽ സിവിൽ ക്രിമിനൽ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു നീതിന്യായ സംവിധാനം കൂടിയായി പ്രവർത്തിച്ചിരുന്നു. ഈ ഹൊയ്ലു എന്നറിയപ്പെടുന്ന നീതിന്യായ വിധി ഇന്നും തുടരുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയമായ കാര്യങ്ങൾക്കൊപ്പം സാമൂഹികമായ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം തേടിയെത്തുന്നവരുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ശിവനാണെങ്കിലും ധർമ്മദൈവങ്ങളായ കന്യാകുമാരി, കലാരഹു, കലാർക്കൈ, കുമാരസ്വാമി എന്നിവരെയും ജൈന തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭനെയും ഇവിടെ ആരാധിക്കുന്നു. ഇത് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് കർശനമായ വസ്ത്രധാരണ രീതികൾ പാലിക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് ഹാഫ് പാൻസ് ധരിക്കാൻ അനുവാദമില്ല. കൂടാതെ ഷർട്ടും ബനിയനും ഊരിവെച്ച ശേഷമേ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകൾക്ക് നൈറ്റി ധരിച്ച് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ലക്ഷദ്വീപത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപോത്സവം, പട്ടണജെ ജാത്രെ എന്നിവയാണ് ധർമ്മസ്ഥലയിലെ പ്രധാന ഉത്സവങ്ങൾ. കൂടാതെ ദീപാവലി, നവരാത്രി, ഗണേശ ചതുർത്ഥി തുടങ്ങിയ ആഘോഷങ്ങളും ഇവിടെ വളരെ വിപുലമായി നടത്തപ്പെടുന്നു. ഈ ഉത്സവകാലങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നു. മഞ്ജുനാഥ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് കാണാൻ മറ്റ് നിരവധി സ്ഥലങ്ങളുണ്ട്. ക്ഷേത്രത്തിന് സമീപമുള്ള ബെഡിനെടെ ബേട്ടക്കുന്നിന്റെ മുകളിലാണ് 4 ധർമ്മദേവങ്ങളുടെയും ആരാധനാലയവും ജൈന തീർത്ഥങ്കരന്റെ പ്രതിമയും സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ധർമ്മസ്ഥലയിലെ ചരിത്രവും സംസ്കാരവും അടുത്തറിയാൻ മഞ്ജുഷ മ്യൂസിയം സന്ദർശിക്കാം. പഴയ വാളുകൾ, ക്യാമറകൾ, വാഹനങ്ങൾ, പുരാതന രേഖകൾ എന്നിവയുടെ വലിയ ശേഖരം ഇവിടെയുണ്ട്.
ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഗഡെയുടെ ശേഖരത്തിലുള്ള പുരാതന കാറുകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാന പ്രത്യേകത ധർമ്മസ്ഥലയിലെ അന്നദാനമാണ്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം നൽകുന്നു. ഈ ക്ഷേത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെയാണ് ധർമ്മസ്ഥല. റോഡ് മാർഗം ഇവിടേക്ക് എളുപ്പത്തിലെത്താം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ മംഗലാപുരം, സുബ്രഹ്മണ്യ റോഡ് എന്നിവയാണ്. മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ധർമ്മസ്ഥലയിൽ നിന്ന് ഏകദേശം 82 കിലോമീറ്റർ അകലെയാണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് ധർമ്മസ്ഥല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ മാസങ്ങളിലെ കാലാവസ്ഥ സുഖകരമായിരിക്കും. ക്ഷേത്രത്തിനു ചുറ്റും നിരവധി താമസ സൗകര്യങ്ങളും ലഭ്യമാണ്.